നമസ്കാരം. കേരളം നാളെയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിൻ്റെ അഭിപ്രായ വോട്ടെടുപ്പിൻ്റെ ചിത്രമാണ് ഇവിടെ ഞങ്ങൾ അനാവരണം ചെയ്യാൻ പോകുന്നത്. ഇന്നും നാളെയുമായി 3 മണിക്കൂർ വീതം നീണ്ടു നിൽക്കുന്ന സവിശേഷമായ ഷോയിൽ കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സ്പന്ദനത്തെ ഞങ്ങൾ വിലയിരുത്തുന്നു. കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളം എങ്ങനെയാണ് വോട്ടിങ്ങിനെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളം നാളെ എന്ന ഈ സവിശേഷ പരിപാടിയിലെ ചർച്ചയിൽ, സർവേയിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥികളുണ്ട്. കേരളത്തിൻ്റെ സമ്മതിതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ. ഈ ചർച്ചയിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ തോമസ് ഐസക്കിനെ സ്വാഗതം ചെയ്യുന്നു. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ധനകാര്യമന്ത്രി, BJP-യുടെ മുതിർന്ന നേതാവും എൻ്റെ സുഹൃത്തുമായ ശ്രീ MS കുമാർ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, KPCC ജനറൽ സെക്രട്ടറി ശ്രീ ശൂരനാട് രാജശേഖരൻ, രാഷ്ട്രീയ മീമാംസകനായ ഡോക്ടർ ലാൽ, അതോടൊപ്പം തന്നെ സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് CS-ൻ്റെ ഈ പഠനത്തിൻ്റെ മുഖ്യ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച അധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീ ബിവീഷ്. ഈ ചർച്ചയിൽ മറ്റൊരു സാമൂഹ്യ നിരീക്ഷകനും അതുപോലെ തന്നെ രാഷ്ട്രീയ മീമാംസകനുമായിട്ടുള്ള ഡോക്ടർ പ്രഭാഷ് ചേരും. അതുപോലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ അജിത് കുമാറും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നതാണ്. എന്താണ് CES, സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ്? ഈ സ്ഥാപനം എന്താണെന്ന് നമ്മളൊന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനമാണ് കൈരളിക്ക് വേണ്ടി ഈ അഭിപ്രായ സർവേ സംഘടിപ്പിച്ചത്. സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് CES 2001 മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവം. ദില്ലി CSDS-ന്റെ പരിശീലനം ലഭിച്ചിട്ടുള്ള ടീം CES 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 72 സീറ്റും LDF-ന് 68 സീറ്റും കൃത്യമായി പ്രവചിച്ചു. 2016 നിയമസഭാ മുൻനിർത്തി 3 സർവേകളാണ് 300 അംഗ CES ടീം പീപ്പിളിന് വേണ്ടി നടത്തുന്നത്. ഇതിലെ ആദ്യ സർവേയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. CES-ന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ബിവീഷ്, എങ്ങനെയാണ് ഈ പഠനത്തെ നിങ്ങൾ കണ്ടത്? ഇതിൻ്റെ ഒരു സാമ്പിൾ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചർച്ചയുടെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചർച്ചയുടെ വ്യാപ്തി എങ്ങനെയാണ് ഈ ചർച്ചയെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്, ഈ പഠനത്തെ കൊണ്ടുപോകുന്നത്? തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു സർവേ നടത്തുമ്പോൾ അതെങ്ങനെയാണ് ആ സർവേ നടത്തുകയെന്ന് അറിയേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ഒരു അവകാശം തന്നെയാണ്. സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് 2016 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 97 മണ്ഡലങ്ങളെയാണ് ഈ ഒരു സ്റ്റഡിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ഘട്ടമായിട്ടാണ് 2016 തെരഞ്ഞെടുപ്പിനെ സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ഇന്നും നാളെയുമായി സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നിങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിൽ തന്നെ 97 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ബിവീഷ്, ഒരു സെക്കൻഡ്. എൻ്റെ സുഹൃത്ത് കുമാറിൻ്റെ നെറ്റ് ചുളിയുന്നതിന് മുമ്പ് ഈ ഒരു പഠനത്തിൽ ഞങ്ങൾ ഭാഗവാക്കായി. ഈ ഒരു പ്രൊഫഷണൽ ഏജൻസിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. അത് മാത്രമല്ല 140, എനിക്കറിയാം, ഞാൻ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, 140 മണ്ഡലങ്ങളിൽ നിന്ന് 97 സാമ്പിൾ മണ്ഡലങ്ങളെ കണ്ടെത്തിയിട്ട് നമ്മളൊന്നും കൂടി വേണമെങ്കിൽ അതിലേക്ക് പോകാം. 775 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ 20,111 പേർ. ഇതാണ് സാമ്പിൾ സൈസ്. എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തൊന്നും ഇത്രയും വലിയൊരു സാമ്പിൾ സൈസിലൂടെ കേരള രാഷ്ട്രീയത്തെ ആരും വിലയിരുത്തിയിട്ടില്ല. ഒരു റിസർച്ച് മെത്തഡോളജി നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർ ഐസക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് കൈ ഉയർത്തേണ്ടതാണ്. ഇത്രയും വലിയൊരു സാമ്പിൾ സൈസ് വെച്ചിട്ട് ഫെയർലി ലാർജ് സൈസാണ്. ഒരു കാര്യം കൂടി ചേർത്താൽ, ഞങ്ങൾക്ക് സത്യത്തിൽ 23,000-ഓളം സാമ്പിൾസ് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. പക്ഷേ പലതരത്തിലുള്ള പ്യൂരിഫിക്കേഷൻസും ക്രോസ് ചെക്കിങ്ങിനും ശേഷം ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പെർട്ട് അതിൽ നിന്നും തിരഞ്ഞെടുത്തതാണ് 20,111 എക്സ്പെർട്ട് ആരാണെന്നും കൂടി താങ്കൾ പറയണം. എന്താ കാരണം വെച്ചാൽ അതും കൂടി സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ആരാണ് ഇതിനു വേണ്ടി ചെയ്തത്? പ്രൊഫസർ സോമശേഖര പിള്ള സാറാണ് ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പെർട്ട്. സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിൻ്റെ എല്ലാ പഠനത്തിലും ഞങ്ങളെ സഹായിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിദഗ്ധ ഉപദേശത്തെ തുടർന്ന് തന്നെയാണ് ഞങ്ങളുടെ പഠനം എല്ലാം മുൻപോട്ട്. അത് കുമാറിന്റെ ബന്ധുവാണെന്ന് എനിക്ക് സംശയം കേട്ടോ. എന്റെ സംശയം ഒന്നേ ഉള്ളൂ, നമ്മൾ അരുവിക്കര തെരഞ്ഞെടുപ്പും അവലോകനം ചെയ്തത് ഇതേ അരുവിക്കര. ഞാൻ അങ്ങോട്ട് വരാം, അതിന്റെ സാമ്പിൾ സൈസ് എല്ലാം പറഞ്ഞുതരാം. അത് തന്നെ, ഇത് തന്നെ ഇങ്ങോട്ട് വരാം. ഈ പഠനത്തെക്കുറിച്ച് ഒരുപക്ഷെ എങ്ങനെയാണ് ഇത്, അതായത് ഈ പഠനത്തെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ മീമാംസകൻ
ഈ രംഗത്ത് സുദീർഘമായ പാരമ്പര്യമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഡോക്ടർ പ്രഭാഷ്, എങ്ങനെയാണ് ഒരുപക്ഷെ കേരളം പോലുള്ള വളരെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഒരാളും അവരുടെ രാഷ്ട്രീയ ഗതികൾ അങ്ങനെ പരസ്യമായി പറയണമെന്നില്ല, എങ്ങനെയാണ് താങ്കൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡീനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതായിട്ട് തോന്നുന്നു? ഇതിൻ്റെ ശൈലിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വോട്ടർമാരോട് നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം തരാത്ത, ഭൂരിപക്ഷം കേസിലും തരാത്ത അനുഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിക്കാറില്ല. മറിച്ച് ഒരുപാട് ട്രാപ്സ് ഈ ക്വസ്റ്റ്യനെയർ നമ്മൾ ഒരുക്കാറുണ്ട്. അപ്പോൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അവരറിയാതെ തന്നെ ഒരു ഉത്തരത്തിലേക്ക് വരുന്ന രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുകയും ആ ചോദ്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ അപഗ്രഥിച്ചുകൊണ്ടാണ് ഒടുവിൽ നമ്മളൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്കാണ് ഏത് മുന്നണിക്കാണ് ജയസാധ്യത. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ജയസാധ്യത എന്ന് മാത്രമേ പറയാറുള്ളൂ. ഡോക്ടർ ഐസക്, ഇതൊരു സർവേ മാത്രമാണ്, അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശ എങ്ങോട്ടാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള സർവേ മാത്രമാണ്. ഇതിൽ നിന്ന് താങ്കൾക്ക് ദുഃഖമോ അല്ലെങ്കിൽ ആഹ്ലാദമോ ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില ദിശാസൂചിക നൽകാൻ വേണ്ടിയിട്ട് ഈ സർവേ ഉപകരിക്കുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പാർട്ടികൾക്ക് മാത്രമല്ല ജനങ്ങൾക്കും എല്ലാവർക്കും ഒരു ദിശാസൂചകമായിട്ട് ഗാലപ്പ് പോളുകളൊക്കെ വർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ വിഷ്വൽ മീഡിയ വന്നതിന് ശേഷമാണിത് കൂടുതൽ ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അറിവിൽ പല രാഷ്ട്രീയ പാർട്ടികളും അവർക്കറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സർവേകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ശാസ്ത്രീയ രീതി തന്നെയാണ്. കൃത്യമായൊരു സാമ്പിൾ എടുക്കുക, അത് വേണ്ട ശാസ്ത്രീയമായിട്ട് കലയാണ്. സാമ്പിൾ എടുക്കുന്നൊരു ശാസ്ത്രമാണ്, അത് കൃത്യം റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. പക്ഷേ രണ്ടാമത് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, ചോദ്യം ഫ്രെയിം ചെയ്യുന്നൊരു കലയാണ്. അതാണ് പ്രധാനം. രണ്ടും ഒത്തുവരണം. ശ്രീ MS കുമാർ, അതായത് BJP പലപ്പോഴും സർവേയുടെ ഗുണഭോക്താവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർവേയുടെ തിക്താനുഭവങ്ങൾ BJPക്ക് പേരേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണം, കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്കവാറും സർവേകൾ BJPയെ അനുകൂലിച്ചുകൊണ്ടുള്ള സർവേകളായിരുന്നു. പക്ഷേ അവസാന റിസൾട്ട് വന്നപ്പോൾ ആ സർവേയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം വന്നു. പക്ഷേ എങ്കിൽ പോലും ആ സർവേയിലെ കാർഡിനൽ പോയിന്റ്സ് ഒരുപക്ഷെ അഭിപ്രായ വോട്ടെടുപ്പ് കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്ന ഇഷ്യൂസ് ആയിരിക്കും ഒരുപക്ഷെ BJPക്ക് എതിരായി വരുന്നത്, അനുകൂലമായി വരുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ആ കണ്ടെത്തൽ പരിപൂർണമായും ശരിയായിരുന്നുവെന്നും ആ ഒരു കണ്ടെത്തലിനെ കുറച്ചുകൂടി ഗൗരവത്തോടെ ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ ജനവിധിയെ മാറ്റാമായിരുന്നു എന്ന് അമിത്ഷാ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആ അർത്ഥത്തിൽ എൻ്റെ സുഹൃത്ത് ശ്രീ MS കുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ ഏത് സർവേയും താങ്കൾ ഗൗരവമായി എടുക്കണം. തൊട്ടു മുമ്പ് ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം എന്ന് പറയാവുന്ന ഏഷ്യാനെറ്റിലും ഒരു സർവേ വന്നു, അതിൽ താങ്കൾ അല്പം സന്തുഷ്ടി പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ സർവേ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ സർവേകളെല്ലാം ഡോക്ടർ പ്രഭാഷ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ അനുഭവത്തിൽ ഒരു സർവേയും കുറേയൊക്കെ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലുള്ള ഒരു ഫലപ്രദമായ ഇതൊന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് കാണാറില്ല. അതിലൊന്ന് എനിക്ക് തോന്നുന്നു ഈ തുറന്നു പറയാനുള്ള നമ്മുടെ വോട്ടർമാരുടെ മടിയായിരിക്കും ഒരു കാര്യം. അതായിരിക്കാം ഒരു കാര്യം. അതുകൊണ്ട് നേരത്തെ ഇപ്പം കിട്ടാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദിശാസൂചക, ഏതിനോടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതിനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു സൂചന ഒരു പക്ഷേ ഇത്തരം സർവേകളിൽ നിന്ന് കിട്ടിയേക്കാം. ആ വിഷയമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ. അതല്ലാതെ ഇത്തരം സർവേ അങ്ങനെ ആശ്രയിക്കുന്നത് ഒരു ബീഹാറിന്റെ അനുഭവം. ഡോക്ടർ ഐസക് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതായത് ഏറ്റവും കൂടുതൽ സർവേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആയിരുന്നു. ഡോക്ടർ ഐസക്കിന്റെ പാർട്ടി സർവേ നടത്തിയിട്ട് എനിക്കറിയില്ല, ഉണ്ടോ എന്നും എനിക്കറിയില്ല. അതായത് BJP നടത്തിയ സർവേകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ ആ സർവേയുടെ റിസൾട്ട്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എന്തിനേറെ ഇവിടെ വെള്ളാപ്പള്ളി വേണം തീരുമാനിച്ചു സർവേയുടെ അടിസ്ഥാനത്തിലാണ്. കുമാരനോട് ആകുമാർ കുടിക്കട്ടെ. സർവേയും മറ്റ് അസസ്മെന്റും തമ്മിൽ ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ താഴത്തുനിന്ന് ഓരോ ഘടകങ്ങളിൽ നിന്ന് വോട്ടർമാരെ വിലയിരുത്തി മുകളിലോട്ട് തരികയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, ആ വിലയിരുത്തലുകൾ വളരെ അപൂർവമായിട്ട് ഇപ്പൊ ശരിയാവുന്നു. പണ്ട് കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളത്, അവര് ബൂത്ത് തലത്തിൽ വർക്ക് ചെയ്യുന്നവർ കൊടുക്കുന്ന റിപ്പോർട്ട് അക്ഷരം പ്രതി ശരിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുമ്പോഴെന്നാണ്. ഇപ്പൊ പാർട്ടി തന്നെ പറയാറുണ്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം കണക്കുകൾ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം. കുമാർ, ശ്രീ ശൂരനാട്, നമ്മൾ പലപ്പോഴും ഈ ഫ്ലോറിൽ തന്നെ എനിക്ക് തോന്നുന്നു
നമ്മൾ പണ്ടൊരു സർവേയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ അതിൽ പല സൂചകങ്ങളും പിന്നീട് ശരിയായിട്ട് വന്നു. താങ്കൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ചില പഞ്ചായത്തുകളുടെ രാഷ്ട്രീയ വിധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാം വന്നു. ചില മാർജിൻ്റെ മുകളിലുള്ള എറർ സംഭവിച്ചു എന്നുള്ള ശരിയാണെങ്കിൽ പോലും പല ഫാക്ടേഴ്സും ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തിരിച്ചറിവ് നൽകുന്നതിന് വേണ്ടിയുള്ള ചില കണ്ടെത്തലുകളുണ്ടായിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ദാസ് പറയുന്നത് ഞാൻ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. ഡോക്ടർ പ്രഭാഷും പറഞ്ഞത് കേട്ടു. കഴിഞ്ഞ 2-3 കൈരളി നടത്തിയ അല്ലെങ്കിൽ പീപ്പിൾസ് ചാനൽ നടത്തിയ ഈ സർവേയിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എനിക്കപ്പോൾ അതുകൊണ്ട് കുറച്ച് നിങ്ങളുടെ സർവേയെ പറ്റി നല്ല വിശ്വാസ്യതയുള്ള ഒരാളുമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം വേണ്ടത്ര പഴുക്കാതെ അടർത്തിയെടുത്ത ഒരു ഫലമായിട്ട് ഈ സർവേ ഞാൻ കാണും. ഫലം വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ല, ഈ സർവേ എന്തായിരുന്നാലും ഈ സർവേ എന്തായിരുന്നാലും നമ്മുടെ സഹോദര സ്ഥാപനം നടത്തിയ സർവേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞല്ലോ, രാഷ്ട്രീയ സാഹചര്യം വേണ്ടത്ര രീതിയിൽ എത്തുന്നതിന് മുമ്പ് നടത്തിയ ഒരു സർവേ എന്ന് ജനങ്ങൾ പറഞ്ഞു. അതിന് ശേഷമുള്ള കാര്യം ഇപ്പോഴും തീർച്ചയായിട്ടും വരട്ടെ, കാര്യങ്ങൾ വരട്ടെ. നമുക്ക് താങ്കൾ പറഞ്ഞത് ശരി. ഒരു കാര്യം താങ്കളുടെ അറിവിലേക്ക് ഞാൻ പറയട്ടെ, ഈ സർവേ കുറച്ചുകൂടെ കഴിഞ്ഞ് നടത്തുന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ സർവേകൾ ബാൻ ചെയ്യും. അല്ല, എനിക്കൊരു ചെറിയ സംശയമുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് 97 തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ നടത്തിയ സർവേ എന്ന് പറഞ്ഞു. അതെന്താണ്? അല്ല, 97 അസംബ്ലികളിൽ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ പറയും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംശയം, ഞങ്ങൾ 97 അസംബ്ലി നിയോജക മണ്ഡലങ്ങളെടുത്ത് ഓരോ അസംബ്ലി മണ്ഡലങ്ങളെ അതിൽ നിന്നും വീണ്ടും 8 പോളിംഗ് ബൂത്തുകളെ എടുക്കുകയും ഓരോ പോളിംഗ് ബൂത്തിൽ നിന്നും 30 വീതം വോട്ടേഴ്സിനെ കാണുകയും ചെയ്ത് ഏകദേശം 200ഓളം വോട്ടർമാരെയാണ് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഈ ഒരു സർവേയുടെ ഭാഗമായി ഞങ്ങൾ കണ്ടത്. അത്തരത്തിലാണ് 20,111 പേരിലേക്ക് ഞങ്ങൾ എത്തിയത്. ഒന്നുകൂടി പറയാം, സംശയം കൂടി, ഈ വോട്ടർമാരെ എങ്ങനെയാണ് നിങ്ങൾ? വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഓരോ വോട്ടർമാരെയും കാണുന്നത് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ വോട്ടർമാരെ പോയി കാണുകയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും നിൽക്കുന്ന വോട്ടർമാരെയോ അല്ലെങ്കിൽ വീടുകളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരു നമ്പർ നറുക്കിട്ടെടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ എവരി 100ാമത്തെ 200ാമത്തെ 300ാമത്തെ റാൻഡമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വോട്ടർമാരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പക്ഷപാതം കാണിച്ചുകൊണ്ട് എടുക്കുകയോ അങ്ങനെയുള്ള ഒരു അവസ്ഥയും റെപ്രസെന്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും വരും, അതിനകത്ത് റാൻഡം വരുമല്ലോ. വേറെ കാര്യം, തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ അറിവിലേക്ക് പറയാം, ഇതിന് മുമ്പ് ഒരു ചാനൽ പുറത്തുവിട്ട സർവേക്ക് ആധാരമാക്കിയത് 75-70 മണ്ഡലങ്ങൾ മാത്രമാണ്. 70 മണ്ഡലങ്ങൾ. നമ്മൾ 97 മണ്ഡലങ്ങളിലേക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത, കാരണം വെച്ചാൽ കുറച്ചും കൂടി ഒരു വിശാലമായ ചിത്രം കിട്ടാൻ വേണ്ടി. അജിത് കുമാർ, എനിക്കറിയില്ല താങ്കൾ എങ്ങനെയാണ് സർവേ കാണുന്നുള്ളത്, പക്ഷേ എങ്കിൽ പോലും നിലവിലുള്ള അവസ്ഥയിൽ കേരള രാഷ്ട്രീയം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം നമ്മുടെ കയ്യിൽ, ഇപ്പോൾ ശൂരനാണോ ഡോക്ടർ ഐസക്കിനോട് ചോദിച്ചാൽ അവർ സത്യം പറയണമെന്നില്ല. രഹസ്യമായിട്ട് വേണം പറഞ്ഞേക്കാം, പക്ഷെ പരസ്യമായിട്ട് അവരൊരിക്കലും പറയണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഏക ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ഒരു സർവേ മാത്രമാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ സർവേ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സർവേ അത്തരത്തിൽ തന്നെയാണല്ലോ സർവേ സമീപിക്കേണ്ടത്. സർവേ ജനങ്ങളുടെ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നതാണ്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വഴിയിൽ നിൽക്കുന്നവരോട് ചോദിക്കുന്നതല്ല, റാൻഡം ചെക്ക് നടത്തി അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സർവേ ഫലം ജനങ്ങളുടെ മനസ്സ് പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലം ഇവിടുത്തെ ജനങ്ങളുടെ ചിന്ത പ്രതിഫലിപ്പിക്കില്ല എന്ന് സൂര്യനാട് പോലും പറയത്തില്ല. കാരണം UDFന് തിരിച്ചടി കിട്ടും, ഒരു സംശയം വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ UDFന് തിരിച്ചടി കിട്ടും എന്ന് പറയാൻ പാഴു പഠിക്കാൻ പോകേണ്ട ഒരു സർവേയുടെ ആവശ്യം നമ്മളതിലേക്ക് എത്തിയിട്ടില്ല. അതെ, ഞാൻ ആ അത്ഭുതങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു തിരിച്ചടി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എത്രമാത്രമുണ്ട് ഈ അടിക്കുള്ള ആഴം മാത്രമേ, ഗ്രാവിറ്റി മാത്രമേ അളക്കേണ്ടതുള്ളൂ. സൂര്യനാടിന് മുഖത്തടി കിട്ടുമോ കാലയടി കിട്ടുമോ എന്ന് മാത്രം, മുട്ടിനടി. സൂര്യനാട് കുറി എന്നാലും മത്സരിക്കാനില്ലെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞോ സൂര്യനാട്? പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി, സോറി. അതല്ല, അത് VM സുധീരനും പറഞ്ഞു. അല്ല, VM സുധീരനെ സൂര്യനാട് ഇപ്പോൾ ആൾക്കാർ മത്സരിക്കണം. എന്താ കാരണം വെച്ചാൽ VM സുധീരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപൂർവമുള്ള നേതാക്കളുടെ പട്ടികയിൽ ഏറ്റവും എന്താ പറയേണ്ട മുൻഗണനയുള്ളത് ശ്രീ സൂര്യനാണ്. അത് ഞാൻ അനുകൂലിക്കുന്നില്ല, അതിനോട് അനുകൂലിക്കുന്നില്ല. അദ്ദേഹം KPCC പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എന്നല്ല, അതിനോട് പറഞ്ഞതിനെ അനുകൂലിക്കുന്നില്ല. ഓക്കെ, ശരി, ഓക്കെ, വ്യക്തമായി. ഓക്കെ, ഒരു ലാലിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചർച്ചയെ ഞങ്ങൾ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് കേരളത്തെ 3 ഭാഗങ്ങളായി കണ്ടിട്ടുള്ള ചർച്ചയാണ് ഇന്നും നാളെയും നടക്കുന്നത്. ഇന്ന് 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ ചർച്ചയ്ക്കുള്ളിൽ ഞങ്ങൾ
മലബാറിൻ്റെ രാഷ്ട്രീയ ചിത്രമാണ് അനാവരണം ചെയ്യുന്നത്. നാളെ മധ്യ കേരളവും സെൻട്രൽ കേരളയും അതുപോലെ തന്നെ ട്രാവൻകൂറും സൗത്ത് കേരളയും കൂടി ഞങ്ങൾ അനാവരണം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരാമർശിക്കുന്ന മേഖലയുടെ പ്രത്യേകതകളിലേക്ക് പോകും. 2011 എന്തായിരുന്നു ചിത്രം? 2011 ആകെ സീറ്റ് 140, LDF 68, UDF 72. കുമാരൻ ഒരെണ്ണം തരണം എനിക്കുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അടുത്ത് ഇനി മേഖല തിരിച്ചു വരുന്നു. നമ്മൾ തിരിച്ചിരിക്കുന്ന മേഖല എന്താ കാരണം വെച്ചാൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ഫ്രണ്ട്ലി ആകാൻ വേണ്ടിയാണ് തിരിച്ചിരിക്കുന്നത്. വടക്കൻ കേരളം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്. മധ്യ കേരളം, തൃശ്ശൂർ. ഇത് അജിത്തെ, ഇത് മധ്യ കേരളം കേട്ടോ, ധനത്തിൻ്റെ ഇതായാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. ഓക്കെ. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം. തെക്കൻ കേരളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇനി മലബാർ നമ്മൾ എടുത്തിരിക്കുന്ന മലബാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പോലെ 6 ജില്ലകളാണ്. മലബാർ 2011 മലബാർ എങ്ങനെയായിരുന്നു? 2011 വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല. ആകെ സീറ്റ് 60 സീറ്റ്, 140 സീറ്റിൽ 60 സീറ്റും ഈ ജില്ലകളിൽ നിന്നാണ്. ഈ 60 സീറ്റിൽ LDFന് 28 MLA ഉണ്ടായിരുന്നു. അതേസമയം UDFന് 32 MLA. ഒരു UDFന് ഒരു മേൽക്കോയ്മ എനിക്ക് തോന്നുന്നു മലപ്പുറത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഡോക്ടർ ഐസക്. UDFന് പ്രകടമായിട്ടുള്ള ഒരു മേൽക്കോയ്മ. നമുക്ക് ക്വിക്കായിട്ട് പ്രഭാഷ് നമ്മോടൊപ്പം നിൽപ്പുണ്ട്. പ്രഭാഷ്, എങ്ങനെയാണ് ഈ മലബാറിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് താങ്കൾ എങ്ങനെ ഒന്ന് എത്തി നോക്കും? വളരെ ക്വിക്കായിട്ട് ഒരു ചെറിയൊരു പരാമർശം. രാഷ്ട്രീയമാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കണ്ണൂരായാലും കാസർഗോഡായാലും അവിടെ മുതൽ ഇങ്ങോട്ടുള്ള മണ്ഡലങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഈ ജാതി അല്ലെങ്കിൽ മതം എന്നുള്ള ഒരു ഘടകം ഈ വോട്ടിംഗ് ബിഹേവിയറിൽ സ്വാധീനിക്കുന്നതിൽ ഉപരിയായിട്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ മലബാർ മേഖല എന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മളുടെ ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പ്രദേശത്തെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. പാർട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യും. അതിപ്പം ഇടതുപക്ഷമായാലും ശരി തന്നെ, കോൺഗ്രസ് ആയാലും ശരി തന്നെ, BJP ആയാലും ശരി തന്നെ. പ്രഭാഷ്, തിരിച്ചു വരാം. ഡോക്ടർ ഐസക്, ഈ ഒരു മേഖല ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ബെൽറ്റ് എന്ന് പറയാം. അതാണ് പ്രഭാഷ് സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ഏത് സർവേയും കുറച്ചും കൂടി ഈസി ആകുന്ന ഒരു മേഖലയാണ് ഈ മലബാർ. വലിയ ഒരു വക്രതയൊന്നും കുമാർ ആ മേഖലയിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ ഉണ്ടാകാറില്ല. എങ്ങനെ കാണുന്നു ഈ മേഖല? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റിൻ്റെ അതിജീവനത്തിനും മുമ്പോട്ടുള്ള പോക്കിനും വളരെ പ്രധാനപ്പെട്ട ഒരു ബെൽറ്റാണ്. തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് ജാതീയമായിട്ടുള്ള ചേരിതിരിവുകൾ വളരെ കുറവാണ്. ഒരു രാഷ്ട്രീയത്തിലേക്ക് ജാതി കടന്നു വരുന്നത് അപൂർവ സന്ദർഭങ്ങളിലാണ്. മതം അങ്ങനെ പറയാൻ കഴിയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ലീഗിനോടൊപ്പം കഴിഞ്ഞ 2011 പ്രത്യേകത എന്താ? എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ലീഗിൻ്റെ കൊടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയും. പരമ്പരാഗതമായിട്ടല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭവമുള്ളവരെ പോലും ഒരു പരിധി വരെ ആകർഷിക്കുന്നതിന് ലീഗിന് കഴിഞ്ഞു. UDFന് മേൽക്കൈ കിട്ടിയത് ലീഗിൻ്റെ തോളത്തെ ചവിട്ടിയാണ്. പടൻ ലീഗിൻ്റെ തോളത്തെ ചവിട്ടിയാണ്. പക്ഷെ ഇത്തവണ അപ്പോൾ താങ്കളുടെ പ്രതീക്ഷ മുഴുവൻ ഇക്കുറി ഈ പറഞ്ഞ പോലെ ലീഗിൻ്റെ അപ്രമാദിത്യം കുറയും, അങ്ങനെ UDFന് അതാണോ? അതെ, വ്യക്തമായി. അതെ. കുമാരൻ, അത് തന്നെയാണ്. കാരണം മലബാർ മേഖലയിലെ തിരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവരുടെ നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ ആ വാചകം തന്നെ ഞാൻ ആവർത്തി, അവരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഈ തിരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബംഗാൾ ആവർത്തിക്കും. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെ ആരും കാണില്ല. അത് മലബാറിലായാൽ പോലും പാർട്ടിക്കും വളരെ നിർണായകമാണ്. അവിടുത്തെ ചില തുരുത്തുകൾ ഉണ്ട്, ഞാൻ പറഞ്ഞു വരാം. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ശ്രീ പിണറായി വിജയൻ്റെ യാത്രയിൽ തന്നെ ആ ഒരു പ്രീണനം വളരെ വ്യക്തമല്ലേ? ആ 2 ജാഥാ അംഗങ്ങളെ രണ്ടാമത് ഉൾപ്പെടുത്തിയതും മലപ്പുറം ജില്ലകളിലെ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതിലും ഒക്കെ ഇപ്പം ശ്രീ ഐസക് തുറന്ന് സമ്മതിച്ചു. കൃത്യമായിട്ട് കുമാർ നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പം അതെല്ലാം ആ മൈനോറിറ്റി ഏത് മൈനോറിറ്റി വോട്ടിൽ കടന്നു കയറണം എന്നുള്ള വളരെ സൂക്ഷ്മമായ തന്നെയാണ് CPM ചെയ്തിരിക്കുന്നത്. ശൂരനാട്, അതായത് നിങ്ങൾക്ക് മേൽക്കോയ്മയുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ മലബാർ മേഖല. പക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചുള്ള കാര്യം താങ്കൾക്ക് അറിയാം.
ആശയക്കുഴപ്പങ്ങൾ. അത് തിരുത്താനുള്ള അതിനുള്ള സാവകാശം കിട്ടിയോ, അത് കിട്ടിയാൽ തന്നെ എത്ര കണ്ട് സാധിച്ചു? ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ UDF ബാധിക്കുന്നൊരു മേഖല കൂടിയാണ്. 2011 ചിത്രത്തിലെ ചെറിയൊരു കുറവ് പറ്റിയിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് UDF കിട്ടുമായിരുന്നു. പക്ഷേ അത് വന്നത് കണ്ണൂരിലെ അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനും വോട്ടർമാർ കൃത്യമായി വോട്ട് ചെയ്യാൻ അവസരം കിട്ടാതെ വന്ന കണ്ണൂർ പൊളിറ്റിക്സ്. ഡോക്ടർ ഐസക്കിന്റെ അക്രമം. ഡോക്ടർ ഐസക്കല്ല, അദ്ദേഹം നല്ലവനാണ്, ശുദ്ധനാണ്. അതല്ലാത്ത ചില ആൾക്കാർ അവിടെ ചെയ്തത് ഐഡന്റിഫിക്കേഷൻ കാർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ കാണിച്ച കൃത്രിമത്വം, കള്ളവോട്ട് കൂടിയത്, ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിലെ കുമാറൊന്നും അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അജിത്ത്, പക്ഷേ കൂടുതൽ കിട്ടുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ അങ്ങനെ സംഭവിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ഐസക് മര്യാദക്കാരനാവുമോ? മര്യാദക്കാരനാണ്, ഇന്നും മര്യാദക്കാരനാകേണ്ടി വരും. സുന്ദർരാജ് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അല്ല, രണ്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്, ഇത് മൈനോറിറ്റി പ്രീണനമൊന്നുമല്ല. രാഷ്ട്രീയമായിട്ട് എന്താണ് ഇവിടെ BJP കേരളത്തിൽ കടന്നു വരുന്നത്? അതുപോലെ തന്നെ ഇന്നിപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള അസഹിഷ്ണുത നിലപാട് ഈ വിദ്യാർത്ഥി പ്രശ്നത്തിലെല്ലാം സ്വീകരിച്ച് വർഗീയമായിട്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്. ഇതിനെ ചെറുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ ഇടതുപക്ഷമാണ്. അതിന്റെ പ്രതിഫലനം മലബാറിലുണ്ട്. ഒരു സംശയം. അജിത്ത്, ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ലോ. പക്ഷെ അന്നും ഈ രണ്ട് പാർട്ടികളും ചെയ്ത ഒരു അനീതി BJP-യോടുണ്ട്. BJP-ക്ക് ഒരു വിജയസാധ്യത കണ്ടാൽ ഇവര് അങ്ങോട്ട് പറയാൻ കുമാർ, ഞാൻ അത് വിടില്ല, എനിക്കറിയാം. മലബാർ മേഖല അതിന്റെ മുകളിൽ തൂങ്ങും കുറച്ചു നേരം, പേടിക്കണ്ട. അതായത് അജിത്ത്, മലബാർ 60 മണ്ഡലങ്ങളാണ്. അതായത് UDF കഴിഞ്ഞ പ്രാവശ്യം മേൽക്കോയ്മ കിട്ടി. യഥാർത്ഥത്തിൽ UDF ഭരിക്കാൻ കാരണമായത് യഥാർത്ഥത്തിൽ മലബാർ കൊണ്ടാണ്. ഇക്കുറി അതിന്റെ ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതെയോ? അല്ല, മലബാറിൽ ഇക്കുറി UDF മികച്ച നേട്ടം കൈവരിക്കില്ല. ഇല്ല. കാരണം ഒന്ന്, ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ BJP വരാതിരിക്കാൻ UDF-ഉം LDF-ഉം കൈകോർക്കുന്ന ഏർപ്പാട് ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം BJP വരാതിരിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും UDF-ഉം LDF-ഉം UDF-ഉം കൈകോർക്കുന്ന പല മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. കുമാറിനെ ആശ്വസിക്കാം. അതെ, ഇപ്രാവശ്യം ഉണ്ടാവില്ലെന്ന്. കാരണം ഇപ്രാവശ്യം നെക്ക് ടു നെക്കാണ്. ഇപ്രാവശ്യം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് ഉള്ള വോട്ടുകൾ സ്വന്തം കീശയിൽ, സ്വന്തം പേട്ടിയിൽ ഇട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനൊരു ബാന്ധവം ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ പറ്റും. ഓക്കെ, ഡോക്ടർ ലാൽ, വളരെ താങ്കൾ കുറേ കാലം ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മീമാംസക അധ്യാപകർ എന്ന നിലയിൽ ഇങ്ങനെയുള്ള പഠനങ്ങളിലെ ചുറ്റിക്കൊണ്ട് നടന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഇങ്ങനെയുള്ള സർവേകളാണ്. ഈ പറഞ്ഞ എത്രത്തോളം പ്ലയബിളാണ് ഈ പറഞ്ഞ സർവേയിൽ ഈ പറഞ്ഞ സാമ്പിൾ വോട്ടർമാർ? അതെയോ വളരെ ദുഷ്കരമായിട്ട് വേണോ ഇവരുടെ മനസ്സ് തുറപ്പിക്കാൻ വേണ്ടി? എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് തുടക്കത്തിൽ എനിക്ക് അതിനോടൊന്ന് കമൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നതാണ്. കാരണം കുറേ കാലം ഈ ശാസ്ത്രീയമായി തന്നെ സെഫോളജിയെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഡോക്ടർ ഐസക്കും ഡോക്ടർ ശൂരനാടും MS കുമാറും ഒക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഇത്തരം, ഡോക്ടർ ഐസക് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സാധ്യത കുറവാണെന്ന്. അതിന് ഉത്തരവാദിത്വം ഈ ഏജൻസികൾക്ക് മാത്രമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ സർവേകൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഗുണമുണ്ട്, ഒരുപക്ഷെ മാധ്യമങ്ങൾക്കും ഗുണമുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്കല്ല, അത് ദിശാസൂചകമാണ്. ഭരിക്കുന്ന സർക്കാരിനും പ്രതിപക്ഷത്തിനും മാർക്കറ്റിനും ഒക്കെ എങ്ങനെയാണ് തങ്ങളെ ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് എടുക്കണം. ഡോക്ടർ ലാൽ, അതൊക്കെ ഇവരെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള സർവേ ഇവർ നടത്തുന്നുണ്ട്. അതൊന്നും പുറത്തുവിടുന്നില്ലെന്നേ ഉള്ളൂ. കുമാറിന്റെ ഡ്രോയറിലെ 3 സർവേ ഇരിപ്പുണ്ട്, എനിക്കറിയാം. അതൊരു സർവേ കുറിച്ച് പറഞ്ഞപ്പോൾ കുമാർ വിട്ടാണ്ടായി. അതിൽ ഒരു സർവേ ആണ് ഇവിടെ വിപത്തുണ്ടാക്കിയത്, BJP-യിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ. ഈ രഹസ്യമായി അവരവർക്ക് വേണ്ടി മാത്രം സർവേ നടത്താതെ നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം സർവേയിലൂടെ പുറത്തു കൊണ്ടുവരണം. ഡോക്ടർ ലാലെ, അങ്ങനെയൊക്കെ സർവേ നടത്തി നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകട്ടെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ സൗകര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് സൗകര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ലക്ഷ്യമായി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സർവേക്ക് അനുകൂലമായിട്ടൊരു വിധി എഴുതുകയാണെങ്കിൽ ജനങ്ങളെ ഈ രാഷ്ട്രീയ പ്രക്രിയയുമായിട്ട് ചേർത്ത് നിർത്തുന്നതിന് ഇതുപോലുള്ള ഒരുപാട് പഠനങ്ങളും സർവേകളും, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏജൻസികൾക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള സർവേകൾ ഉപകരിക്കും. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ സചേതനമായിട്ടും സർഗാത്മകമായിട്ടും ഈ സർവേ കുമാറും ഡോക്ടർ ഐസക്കും ശ്രീ ശൂരനാണ് കാണുമെന്ന് വിശ്വസിക്കാം.